വണ്ടി നിർത്ത. എന്താ ചേച്ചി? കണ്ടില്ലേ ഒരു മഹാനടൻ പ്രത്യക്ഷപ്പെടുന്നത്? അയ്യോ, അത് നമ്മുടെ അച്ഛനല്ലേ? ആ റോളായിരുന്നു ആദ്യം, ഇപ്പൊ സ്ഥിരമായി വില്ലൻ റോളിലേക്ക് മാറിയല്ലോ. എന്താടി ഒരു ഇളി? നിന്റെ അമ്മയെ എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞ് ഞാൻ എത്ര പേരെ പറഞ്ഞു വിട്ടു. നീ അവരെ ആരെയും കാര്യം പറയാൻ പോലും സമ്മതിച്ചില്ലെന്ന് ഞാൻ അറിഞ്ഞു. അമ്മ എന്റെ ചെലവിലാ ജീവിക്കുന്നത്. അമ്മ ആരൊക്കെ കാണണം കാണണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. അമ്മയ്ക്കും അത് തന്നെയാ ഇഷ്ടം, കൂട്ടിക്കോ. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതൊക്കെ പുതിയ ഭാര്യയുടെയും കൊച്ചിന്റെയും ചെവി മതി. ആ ബാലേട്ടാ, വണ്ടി എടുത്തോ കേട്ടോ. അതാ ഈ കക്ഷിയും കൂടെ കൂട്ടിക്കോ. ഈ കാലത്തൊക്കെ മേക്കപ്പ് ഇല്ലാതെ ഹനുമാൻ വേഷം കിട്ടാൻ ആരെ കിട്ടാനാ? ചേച്ചി വണ്ടി എടുക്ക്. എന്താടാ ഇവിടെ? ഒന്നുമില്ലേ? വേറെ ഒന്നുമില്ല ഏട്ടാ, ഒന്ന് മൂത്രിക്കാന്ന് എഴുതി വന്നതാണ്. 10-12 കിലോമീറ്റർ അപ്പുറത്ത് താമസിക്കുന്ന നിനക്ക് രാവിലെ മൂത്രം ഒഴിക്കാൻ എന്റെ മതിൽ തന്നെ വേണമല്ലേ? അതാണ് ഈ വലിയ ഉറപ്പില്ലാത്ത മതിലും. അയ്യോ ചേട്ടാ, നമ്മുടെ വട്ടപ്പറമ്പിൽ വർക്ക് ചേട്ടയില്ലേ, വർക്ക് ചേട്ടായും കറിക്കറിക്കാൻ തേങ്ങയില്ലാന്ന് മൊബൈലിൽ വിളിച്ച് പറഞ്ഞു. അപ്പൊ 1-2 കൊല തേങ്ങ വെട്ടി കൊടുക്കാന്ന് പറഞ്ഞു വന്നാണ്. എന്റെ മതിലെ കൂടെ എത്തി നോക്കിയാ അയാളുടെ കൊല വീഴുവോ? എടാ, അയാളുടെ കൊല വീഴണമെങ്കിൽ അയാളുടെ കൊല തന്നെ കൈകാര്യം ചെയ്യണം. അല്ല, ചേട്ടന്റെ പറമ്പല്ലേ, അപ്പൊ ഇടയ്ക്കൊക്കെ എന്റെ കണ്ണൊക്കെ എത്തുന്നത് കുറച്ച് നന്നായിരിക്കുമല്ലോ എന്ന് കരുതിയിട്ട് വന്നാണ്. അതിന് ഞാൻ വേറെ അൽസേഷൻ പട്ടിയെ വാങ്ങി നിർത്തിക്കോളാം. ചെല്ലടാ, പോ പോ. എന്റെ പറശ്ശിന് കടവ് മുത്തപ്പ, ഇനി അബദ്ധത്തിൽ പോലെ ഈ മനുഷ്യന്റെ പറമ്പിൽ ഞാൻ കണ്ണെടുത്ത് വെക്കില്ലേ? ഇങ്ങനെ ഉണ്ടോ ഒരു കളവായി? അവന്റെ ഒരു കൊല. വരണ്ട് ചെന്ന് കയറിക്കോട്, അപ്പന്റെ കൊല കാണാനില്ലെന്ന്. ഇറങ്ങിറങ്ങ്, അമ്മാള് പോയി മുറ്റം അടിക്കും. ശരി ചേച്ചി. ഡാ കുട്ടപ്പായി, ആ പറമ്പിൽ വല്ല തേങ്ങ വീണ്ടുണ്ടോ നോക്ക്. അകത്തേക്ക് വല്ലതും ചെന്നിട്ട് പോരെ പുറത്തെ പണി. നിനക്കൊക്കെ ഒരു ദിവസമെങ്കിലും കൃത്യനിഷ്ഠ പാലിച്ചൂടെ? ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ ബഡ്ഡി? മനസ്സ് സമ്മതിക്കുന്നില്ല. ഈ വെളുപ്പാങ്കാലത്ത് മൂടിപ്പോച്ച് കിടക്കാൻ എന്നാ സുഖമാണെന്നറിയാവോ? എടി, ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ പാഷാണത്തെ കൃമിയെ കൊണ്ട് ഇവിടെ വരരുതെന്ന്. എടി, തടവുകാരുടെ സന്തോഷത്തിനു വേണ്ടി നിന്റെ അച്ഛന്റെ നാടകം ജയിലിൽ അവതരിപ്പിച്ചെന്ന് പത്രത്തിൽ വാർത്തയുണ്ട്. അതവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല, തടവുകാരുടെ ശിക്ഷാവിധിയുടെ ഭാഗമാ. എടി, ഇങ്ങനെയൊന്നും പറയല്ലേ. ഒന്നുമില്ലെങ്കിൽ നിന്റെ അച്ഛൻ ഒരു വലിയ നടനല്ലേ? പിന്നെ വലിയ നടനല്ലേ, പക്ഷെ ജീവിതത്തിലാണെന്ന് മാത്രം. വിശ്വസിച്ച് കൂടെ ഇറങ്ങി വന്ന ഒരു പാവം പെണ്ണിനെയും അതിലുണ്ടായ 3 മക്കളെയും വഞ്ചിച്ചിട്ട് വേറൊരുത്തിരെ കൂടെ കൂടാൻ ഒരു മഹാനടന് മാത്രമേ കഴിയൂ. അതൊക്കെ പഴയ കാര്യമല്ലേ, വിട്ടുകള. ഔസേപ്പേട്ട, ഞങ്ങളെ ഒളിച്ച് അമ്മ ഒറ്റയ്ക്കിരുന്ന് കരയുന്നതും ഈ പിള്ളേരെ വളർത്താൻ വേണ്ടി ഞാൻ ഈ വീട്ടിലെ എച്ചില് വാരുന്നതിനും ഒക്കെ കാരണം ആ മഹാനടനാ. എനിക്ക് ആ മനുഷ്യനെ പറ്റി ഒന്നും കേക്കണ്ട. ചേച്ചി ഒരു തമാശ പറഞ്ഞല്ലേടാ, വെറുതെ എന്തിനാ എന്റെ കൊച്ചിനെ വിഷമിപ്പിച്ചേ? ശരി ശരി, ഞാനത് വിട്ടു, നിങ്ങൾ വിട്ടോ. ചോറും കറിയും പാചകത്തിൽ ഇരിപ്പുണ്ട്, രാത്രിത്തേക്കുള്ള ചപ്പാത്തി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്, ചൂടാക്കി എടുത്ത് കഴിച്ചാ മതി. എന്നാ പിന്നെ വണ്ടി പോട്ടെ. അങ്ങനെ വണ്ടി പോയാലെങ്ങനെ? ഇന്ന് 1-ാം തീയതി അല്ലേ? അത് മാത്രം 3 പേരെ ആരും ഓർമ്മിപ്പിക്കണ്ട. ഇന്ന അല്ല, ഔസേപ്പേട്ടന്റെ മലയാളം മാഷാണോ കണക്ക് പഠിപ്പിച്ചേ? അല്ല,
ഇതില് 400 രൂപയുടെ കുറവുണ്ടേ. അത് നീ പറയുമെന്ന് എനിക്കറിയാം. പോയ മാസം ഓണമാണ്, കോടി വാങ്ങിക്കണമെന്ന് പറഞ്ഞ് 400 രൂപ മുൻകൂർ വാങ്ങിച്ചത് നീ മറന്നുപോയോ? അത് ഫെസ്റ്റിവൽ അലവൻസ് അല്ലേ? ഓ പിന്നെ, സർക്കാർ ഓഫീസിലല്ലേ ജോലി. സത്യം പറഞ്ഞ ഔസേപ്പേട്ടനെ പിശുക്കെന്ന് വിളിക്കുന്ന തെമ്മാടിത്തരാ. പിടിച്ചുപറിക്കാരെന്നാ കുറച്ചും കൂടി ചേരുന്നത്. വാ ചേച്ചി, നമുക്ക് പോവാം. പോവാ മോളെ, ഇല്ലെങ്കിൽ നമ്മള് രാവിലെ താമസിച്ചു വന്നതിന്റെ പൈസയും കൂടി പിടിച്ചു പറിക്കും. വാ. ആ, എനിക്ക് കമ്പ്യൂട്ടർ എക്സാമാ. ഒരാഴ്ച മോൻ തന്നെ വെച്ചുണ്ടാക്കി കഴിച്ചാ മതി. പരീക്ഷ കഴിയും വരെ ഈ പരിസരത്ത് ഞാൻ കാലുകുത്തില്ല. വാ മോളെ. ഈ വണ്ടി ഇതുവരെ സ്റ്റാർട്ടായില്ലേ? അല്ല ചേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വിട്ടു. എന്താ? ചേട്ടന് കൊളസ്ട്രോൾ ഉണ്ടോ? ഇല്ല. ഷുഗറോ? ഇല്ല. BP? ഇല്ലേ ഇല്ല. ഓ, എന്താ മോനെ? അതല്ലേ ഏട്ടാ, ഇതൊന്നും ഇല്ലാത്ത ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ വറീതി ചേട്ടൻ ദേ ഇന്നലെ രാവിലെ ഡിം. അല്ല, ഇതൊക്കെ ഉണ്ടെങ്കിലേ ഒരു മുന്നറിയിപ്പ് ഉണ്ടാവുകയെ, അതാ. കൂട്ടുകെട്ടവനെ. വെൽക്കം ബാക്ക് ടു യുവർ ചോയ്സ്. ഹലോ, ഞാൻ സുലേഖയാണ്. ആ സുലേഖ ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. എന്നെ എങ്ങനെ ഇത്ര പെട്ടെന്ന് മനസ്സിലായി? ഈ സ്വീറ്റ് വോയിസ് എങ്ങനെ മറക്കാൻ പറ്റും ചേച്ചി? എന്തു പറ്റി? കുറച്ചു നാളായല്ലോ വിളിച്ചിട്ട്. ഏട്ടൻ പട്ടാളത്തിൽ നിന്ന് ലീവിന് വന്നിരുന്നു. 2 മാസം പുള്ളി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതേ ഇല്ല. എന്നിട്ടിപ്പോ പോയോ? ദാ ഇറങ്ങിയിട്ട് ഇപ്പൊ 2 മിനിറ്റ് പോലും ആയില്ല. വെരി ഗുഡ്. ചേച്ചി ഇപ്പോഴും ആ ഹൗസിംഗ് കോളനി തന്നെയല്ലേ താമസം? അതെ അതെ, അവിടെ തന്നെയാ. മാറുമ്പോ അറിയിക്കോ? അത് പിന്നെ ഞാൻ പറയാതിരിക്കോ? ഓക്കെ ഓക്കെ. ചേച്ചിക്ക് ഏത് സോങ്ങാ വേണ്ടത്? നാണമാവുന്നു മേനി നോവുന്നു എന്നുള്ള പാട്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ സുലേഖ ചേച്ചിക്ക് വേണ്ടി നാണമാകുന്നു മേനി നോവുന്നു എന്ന പാട്ട്. എന്താടാ നിന്റെ അസുഖം? ചേട്ടാ പിന്നെ അത് കൂവളത്തിന്റെ ഇല. കൂവളത്തിന്റെ ഇല എന്റെ മകന്റെ പുറത്ത്. അതെ. അല്ല, കൂവളത്തിന്റെ ഇല അല്ല, ഈ വീടിന് മേലെ ചാഞ്ഞ തെങ്ങിന്ന് വല്ല കൊലയും വെട്ടാണ്ടോ നോക്കിയതാ. ആ കൊല വെട്ടിയിട്ടല്ലേ ഇന്നലെ എന്റെ ഓട് പൊളിച്ചത്. ഓ, ഞാൻ അത് മറന്നുപോയി. ഞാനത് മറന്നിട്ടില്ല. ഓട് ഒന്നിന് 28 രൂപ 50 പൈസ വെച്ച് 12 ഓടിന് 342 രൂപ. അതെ, അത് നിന്റെ അടുത്ത മാസത്തേക്ക് ഏറ്റ കൂലി ഞാൻ കുറയ്ക്കും. എന്നാ പിന്നെ ചേട്ടന്റെ കൊലയെന്ന് ഞാൻ വിട്ടു. ഇങ്ങേർക്ക് വേണ്ടെങ്കിൽ ഇങ്ങേരെ കൊല എനിക്കെന്തിന്? ഇതിലെന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടല്ലോ. വെൽക്കം ബാക്ക് ടു യുവർ ചോയ്സ്. ഒരു ഉഗ്രൻ പാട്ടാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരുന്നത്. ഇനി നമ്മുടെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ ഹലോ. ഞാനേ ആദ്യമായിട്ട് വിളിക്കുക. ചേട്ടാ, ആ ടിവിയുടെ വോളിയം കുറച്ച്. എനിക്ക് പകല് സമയം പോകുന്നില്ല, അതാ വിളിച്ച്. ഇത് പകല് സമയം പോകാനുള്ള പരിപാടിയല്ല. ലവേഴ്സിന് വേണ്ടിയുള്ള പ്രോഗ്രാം ആണെന്ന് മനസ്സിലായി. എനിക്കൊരു പാട്ട് മതി. അങ്കിളുടെ പേരെന്താ? നീലങ്കാവിൽ ജോസഫ് കുര്യൻ. ഔസേപ്പെന്നാ എല്ലാരും എന്നെ വിളിക്കുന്നത്. ചേട്ടന് ഏത് പാട്ടാ വേണ്ടത്? വീട് പൂന്തരം കായലിനക്കരയാ. ആ പോസ്റ്റ് ഓഫീസ് കഴിഞ്ഞ് ചെമ്മൺ റോഡിലൂടെ മുന്നോട്ട് പോയാൽ ഇടതുവശത്തിൽ 4ാമത്തെ വീട്. അതൊക്കെ പോട്ടെ, ഔസേപ്പേട്ടന് ഏത് പാട്ടാ വേണ്ടതെന്ന് പറയൂ. അന്നാമ്മയാ എന്റെ ഭാര്യ. 30 വർഷം മുമ്പേ മരിച്ചുപോയി. ഔസേപ്പേട്ടാ, നമ്മുടെ ഒരുപാട് കോളേഴ്സ് വെയിറ്റ് ചെയ്യണേ. അവൾ എന്നും പാടുന്ന ഒരു പാട്ടുണ്ട്. താമര കുമ്പിളല്ലോ മമ ഹൃദയം. കണ്ട് കൊതി തീരും മുമ്പേ അവളെ കർത്താവങ്ങ് കൊണ്ടുപോയ. ഇതൊക്കെ ഭയങ്കര ഓൾഡ് സോങ് അല്ലേ? ലൈബ്രറിയിൽ ഉണ്ടാവില്ല. ചേട്ടനെ ഒരു ഉഗ്രൻ സോങ് വെച്ച് ഒറ്റയ്ക്കിരിക്കുന്ന ചേട്ടന് വേണ്ടി ഒരു അടിപൊളി പാട്ട്.
അയ്യോ പോണ്ടേ, ഇനി വൈകിയ കള്ള് തീരും. ഞാൻ റെഡി. അതെ, ഔസേപ്പിനോട് എന്നും പറയാറുള്ളത് ഇന്നും പറയുക. എന്തോ മനസ്സിലായി, ഷെയർ ഇടാത്തവരെ കള്ള് ഷാപ്പിലേക്ക് കൊണ്ടുപോകുന്നില്ല. ഔസേപ്പ് പേടിക്കണ്ട, ഈ കള്ളിനൊരു കുഴപ്പമുണ്ട്. ഓസ് അടിച്ചാൽ വയറ്റ് പിടിക്കില്ല. വാ, നമുക്ക് പോവാം. നല്ലൊരു വസ്തു ഭൂലോകത്തിൽ അടിമറിയേ, എന്നോളം വയറ്റിൽ ചെന്നാൽ ഭൂലോകം തരികിട